ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹത്തിന് തൊട്ടടുത്തായി വലിയൊരു പ്രകൃതിവാതക സമ്പത്ത് എന്ന് വെച്ചാൽ വലിയൊരു പ്രകൃതിവാതകത്തിൻ്റെ കിണർ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പൊതുമേഖലാ സ്ഥാപനമായ ഓയിൽ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് പറയുകയാണ്. അപ്പോൾ അത് മുൻനിർത്തിക്കൊണ്ട് വലിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയാണ് കേന്ദ്ര സർക്കാർ. അല്ലെങ്കിൽ തന്നെ ഗ്രേറ്റ് നിക്കോബാർ എന്ന വലിയൊരു റിയൽ എസ്റ്റേറ്റ് പദ്ധതി, ടൗൺഷിപ്പ് പദ്ധതിയുമായി മോദി സർക്കാർ മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് ഇങ്ങനെ ഓയിൽ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ പുതിയൊരു വെളിപ്പെടുത്തൽ വരുന്നത്. ഇപ്പോൾ രാഹുൽ ഗാന്ധി അടക്കം അതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ആൻഡമാൻ നിക്കോബാറിലെ വലിയ ജൈവ സമ്പത്തിനെയും വലിയ ധാതു സമ്പത്തിനെയും അവിടെ അത്യപൂർവമായ ട്രൈബ്സ് ഉണ്ട്, അവരെ അടക്കം ഇല്ലാതാക്കാനുള്ള ഗൂഢശ്രമമാണ് നടക്കുന്നത്. ആ നീക്കത്തിൻ്റെ ഭാഗമായിട്ട് വേണം ഇപ്പോൾ ഈ പ്രകൃതിവാതക സമ്പത്ത് കണ്ടെടുത്തതിനെ കാണാനെന്നൊക്കെ രാഹുൽ ഗാന്ധി അടക്കം പറയുകയാണ്. അപ്പോൾ എന്താണ് ഇതിന് പിറകിൽ കേന്ദ്ര സർക്കാർ കാണുന്നതെന്ന് കൂടി സംസാരിക്കുകയാണ് അവസാനമായിട്ട്. അജിംസ്, ശരിക്കും ഈ ഓയിൽ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് പര്യവേക്ഷണത്തിലൂടെ ഇങ്ങനെ ഒരു സംഗതി കണ്ടെടുത്തിട്ടുണ്ടാവുമോ? ഇനി അങ്ങനെ കണ്ടെത്തിയാൽ തന്നെ അത് ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹങ്ങളിലെ മനുഷ്യവാസത്തെ, ജൈവവാസത്തെ എങ്ങനെ ബാധിക്കുന്ന ഒന്നായിരിക്കും? ഈ ആഴക്കടൽ എണ്ണ പര്യവേഷണം എന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പായി ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് പല സ്ഥലങ്ങളിലായി ആഴക്കടലിൽ. പക്ഷേ അതിലേറ്റവും എന്താണ് പറയുക, ഒരു ശുഭസൂചനയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഹർദീപ് സിംഗ് പുരി പുറത്തുവിട്ടൊരു ദൃശ്യം. അവിടെ വാതകമുണ്ട്, പക്ഷേ എത്ര വാതകമുണ്ട്, അത് ഖനനം ചെയ്യൽ സാധ്യമാണോ, ഖനനം വയബിളാണോ എന്നുള്ള കാര്യങ്ങൾ ഇനിയും വ്യക്തമായിട്ടില്ല. അവിടെ വാതകം ഉണ്ടെന്നുള്ളത് ശരിയാണ്, അതിന് വലിയൊരു എണ്ണപ്പാടമാണോ എന്നുള്ള കാര്യത്തിലൊന്നും വ്യക്തതയില്ല. പക്ഷേ ഇപ്പോൾ അത് പുറത്തു വരാനുള്ളൊരു കാരണം, ആ ഒരു വാർത്ത പുറത്തു വിടാൻ, അങ്ങനെ സാധാരണ ഇങ്ങനെയുള്ള പര്യവേഷണങ്ങളിലൊന്നും അവിടെ എണ്ണയുണ്ടെന്നൊന്നും സർക്കാർ അങ്ങനെ പറയാറില്ല. കണ്ടെത്തും, ചിലപ്പോൾ അത് വയബിളാണ്. ഇപ്പോൾ KG ബേസിൻസ്, കൃഷ്ണ ഗോദാവരി ബേസിൻ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടെത്തിയതാണ്. പിന്നീട് അത് റിലയൻസ് ആണ് കൈമാറിയത് അവിടെ ഖനനത്തിന് വേണ്ടി. അത് കടലിലല്ല, ഭൂമിയിൽ തന്നെയാണ്. അപ്പോൾ അതുപോലെ ഇതിപ്പോൾ ഈ വാർത്ത പുറത്തു വരാനുള്ള കാരണത്തെക്കുറിച്ചാണ് അതിൻ്റെ രണ്ടാമത്തെ പോയിന്റിലേക്ക് നമുക്ക് വരേണ്ടത്. അത് ഈ പറഞ്ഞ ഗ്രേറ്റർ നിക്കോബാർ ഐലൻഡിൽ, ആൻഡമാൻ നിക്കോബാറിൽപ്പെട്ട ഒരു വലിയ ഐലൻഡാണ് ഗ്രേറ്റർ നിക്കോബാർ ഐലൻഡ്. കൂടുതലും വനപ്രദേശമാണ്. അതിൽ ആൾതാമസം വളരെ കുറവാണ്. ഒരു 5000 ആളുകളൊക്കെയാണ് അവിടെ താമസിക്കുന്നത്. 5000-ൽ അതിൽ ബഹുഭൂരിഭാഗവും ആദിവാസികളാണ്. പ്രത്യേകിച്ചും മനുഷ്യരുമായിട്ട് പുറം ലോകമായിട്ട് അധികം ബന്ധമില്ലാത്ത ആദിവാസി സമൂഹമാണ് അവിടെ താമസിക്കുന്നത്. വനമാണ്, റെയിൻ ഫോറസ്റ്റാണ് അവിടെയുള്ളത്. അപ്പോൾ അവിടെ ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനൽ, അതായത് നമ്മുടെ വിഴിഞ്ഞം പോലെ ഒരു ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനലിനെ കുറിച്ചുള്ള ഒരു പ്രൊജക്റ്റ് നേരത്തെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിലുണ്ട്. കാരണം അത് വളരെ തന്ത്രപ്രധാനമായൊരു മേഖലയാണല്ലോ. ബംഗാൾ ഉൾക്കടലിലാണ്. പിന്നെ സിംഗപ്പൂരിൽ നിന്നുള്ള സീ റൂട്ടാണത്. സിംഗപ്പൂരിൽ നിന്ന് കൊളംബോയിലേക്കുള്ള സീ റൂട്ടാണ്. അപ്പോൾ അത് മുമ്പേ തന്നെ 2020-ൽ തന്നെ ആ പ്രൊജക്റ്റ് ഫ്ലോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ കേന്ദ്രത്തിൻ്റെ പല ഏജൻസികളെ ആ പ്രൊജക്റ്റ് റിവ്യൂ ചെയ്യുമ്പോൾ പുറത്തു വന്ന വാർത്തകൾ ശരിയാണെങ്കിൽ ഇതിൻ്റെ ഒരു സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് എന്താണ് എന്ന ചോദ്യത്തിന് കേന്ദ്ര സർക്കാരിന് അന്ന് മറുപടി കൊടുക്കാൻ കഴിഞ്ഞില്ല. എന്താണ് അതിൻ്റെ സ്ട്രാറ്റജി? കാരണം ഇത് വയബിളാണോ എന്നുള്ളൊരു ചോദ്യം പ്രധാനപ്പെട്ടതാണ്. കാരണം അവിടെ ഇപ്പോൾ പുറത്തേക്ക് വന്ന വിവരങ്ങളനുസരിച്ച് ഏതാണ്ട് 82,000 കോടി രൂപയുടെ പ്രൊജക്റ്റാണ് വരുന്നത്. അവിടെ ഈ ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനൽ മാത്രമല്ല, ഒരു ടൗൺഷിപ്പ് അവിടെ പണിയുന്നു. 3 ലക്ഷം മനുഷ്യർക്ക് താമസിക്കാനുള്ള ടൗൺഷിപ്പ്, പിന്നെ ടൂറിസം ഡെവലപ്മെൻറ്റ്, ഇതൊക്കെ ഉൾക്കൊള്ളുന്ന വലിയ പ്രൊജക്റ്റാണ് വരാൻ പോകുന്നത്. അപ്പോൾ അന്ന് ഉന്നയിച്ച ചോദ്യം എന്താണ് ഇതിൻ്റെ തന്ത്രപ്രധാനമായ പ്രാധാന്യം എന്നുള്ളതാണ്. തന്ത്രപ്രാധാന്യം കാരണം വെച്ചാൽ, ഒന്ന്, ഇന്ത്യയുടെ മെയിൻലാൻഡിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയാണ് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ് ഉള്ളത്. അത് ഇന്ത്യയുടെ സമുദ്രാതിർത്തി തന്നെയാണ്, ഇന്ത്യയുടെ ഭാഗമാണ്. എങ്കിൽ പോലും അവിടെ നമുക്ക് എന്താണ്, ജനവാസം കുറവാണ്. ഈ പറയുന്ന നിക്കോബാർ ഐലൻഡിൽ ജനവാസം കുറവാണ്, ആൻഡമാൻ ഐലൻഡിൽ ജനവാസമുണ്ട്, ശരിയാണ്. അവിടെ കൊണ്ടുപോയി നമ്മളൊരു ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനൽ വെച്ചാൽ അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വിശദീകരിക്കാൻ കേന്ദ്രത്തിന് കഴിഞ്ഞില്ല. കാരണം ഞാൻ മുമ്പ് പറഞ്ഞു, ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തിരക്കേറിയ തുറമുഖങ്ങളായ സിംഗപ്പൂരിനും കൊളംബോയ്ക്കും ഇടയ്ക്കാണ് അത് കിടക്കുന്നത്. അവിടെ കൊണ്ടുപോയി നമ്മളൊരു ടെർമിനൽ വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് ഗുണമുണ്ടാവും, അത് വയബിളാണോ എന്നുള്ള ചോദ്യമാണ്, വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഉന്നയിച്ചത്. അപ്പോൾ പിന്നെ ഈ പ്രൊജക്റ്റ് ഡോക്യുമെൻ്റ് കേന്ദ്ര സർക്കാർ പുതുക്കി നൽകിയപ്പോൾ അതിൽ വളരെ പ്രധാനമായി ചൂണ്ടിക്കാട്ടുന്ന കാര്യം ഇതൊരു സ്ട്രാറ്റജിക് പ്രൊജക്റ്റാണ് എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ സ്ട്രാറ്റജി വരുന്നത്? അവിടെ ഒരു സൈനിക കേന്ദ്രം കൂടി സ്ഥാപിക്കുന്നു, മനസ്സിലാവുണ്ടോ? അപ്പോൾ സൈനിക കേന്ദ്രം സ്ഥാപിക്കുമ്പോൾ എന്തായി, അതുവഴിയുള്ള സമുദ്രത്തിൽ നമുക്കുള്ള ഒരു നിരീക്ഷണം, സുരക്ഷ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്കിവിടെ ഒരു പ്രൊജക്റ്റ് ഉണ്ട്. അപ്പോൾ ഈ പ്രൊജക്റ്റ് എന്തോ അർത്ഥത്തിൽ കൊണ്ടുവരണം എന്നൊരാഗ്രഹം കേന്ദ്രത്തിനുണ്ട്. അതിൻ്റെ യഥാർത്ഥ താല്പര്യം എന്താണ് എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ആൻഡമാൻ നിക്കോബാർ ഐലൻഡ് സന്ദർശിച്ചു. അവിടെ അദ്ദേഹം സ്കൂബ ഡൈവ് നടത്തി തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹം പറയുന്നത് ഈ പ്രൊജക്റ്റിൻ്റെ പ്രാധാന്യം ഇത് അദാനിക്ക് വേണ്ടിയുള്ള പ്രൊജക്റ്റാണെന്നാണ് അദ്ദേഹം തുറന്നു പറയുന്നത്. അപ്പോൾ അദാനിക്ക് വേണ്ടിയുള്ള പ്രൊജക്റ്റിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഇപ്പോൾ വിഴിഞ്ഞത്ത് നമ്മൾ കണ്ടു, വിഴിഞ്ഞത്ത് 50 കൊല്ലം കഴിഞ്ഞിട്ടാണ് നമുക്ക് സംസ്ഥാന സർക്കാരിന് എന്തെങ്കിലും കിട്ടുക.
എന്തെങ്കിലും വരുമാനം അതുവരെ അവർ പരമാവധി അതിൻ്റെ വരുമാനം മുഴുവൻ അവരെ കൊണ്ടുപോവാണ് ചെയ്യുന്നത്. മറ്റൊന്ന്, ആ പ്രൊജക്റ്റ് വയബിൾ അല്ലാത്തതുകൊണ്ട് വയബിൾ ഗ്യാപ്പ് ഫണ്ട് കൊടുത്തിട്ടാണ് കേന്ദ്രം വയബിൾ ഗ്യാപ്പ് ഫണ്ട് കൊടുത്താണ് ആ പദ്ധതി യാഥാർത്ഥ്യമാകുന്നത്. വയബിൾ അല്ല എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? കുറേ വർഷത്തേക്ക് ഇതുകൊണ്ട് ലാഭമൊന്നുമില്ല ഈ പ്രൊജക്റ്റ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? അവർക്ക് ആ ലാഭത്തിന് പൈസ കൊടുത്ത് അവരെ സഹായിക്കുന്നു. കേന്ദ്രം തന്നെ അങ്ങോട്ട് പൈസ കൊടുത്ത് സഹായിക്കുന്നു. ഇപ്പോൾ ഇവിടെ വരുന്ന പ്രധാനപ്പെട്ട ചോദ്യം, ഇതിനും ഈ VGF ബാധകമാണ്, വയബിൾ ഗ്യാപ്പ് ഫണ്ട് ബാധകമാണ്. 82,000 കോടി രൂപ മുടക്കി അവിടെ ഈ ട്രാൻസ്ഷിപ്മെൻറ്റ് ടെർമിനൽ പണിതാൽ അതിൽ നിന്ന് അദാനിക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. അത് ലാഭകരമാണെങ്കിൽ 50 കൊല്ലം കഴിയണം എന്നാണ് അദാനി എന്ന് പറയുന്നില്ല. ഹൂ ഈസ് ദ പ്രൈവറ്റ് എൻറ്റിറ്റി ഗെറ്റിംഗ് ദ ബിഡ്. അപ്പോൾ അതിന് 50 കൊല്ലം കഴിഞ്ഞാലൊന്നും കിട്ടാനില്ല. അപ്പോൾ എന്ത് ചെയ്യണം? കേന്ദ്ര സർക്കാർ അവർക്ക് കാശ് കൊടുക്കണം. അപ്പോൾ കേന്ദ്രം അങ്ങോട്ട് കാശ് കൊടുത്ത് ഈ പ്രൈവറ്റ് പാർട്ടിയെ കൊണ്ട് ഇത് ഡെവലപ്പ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയായിരിക്കും? അത്തരം പ്രൊജക്റ്റുകളുടെ ഒരു യൂണിഫോമിറ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് അദാനിക്ക് വേണ്ടിയായിരിക്കും. അതാണ് രാഹുൽ ഗാന്ധി പറയുന്നതിൻ്റെ ലോജിക്ക്. അപ്പോൾ അദാനിക്ക് മാത്രം താല്പര്യമുള്ള, അദാനിക്ക് മാത്രം ലാഭം ഉണ്ടാകുന്ന, ഏതെങ്കിലും അർത്ഥത്തിൽ ഇന്ത്യ എന്ന രാജ്യത്തിന് എന്തെങ്കിലും ഗുണം ഉണ്ടാവാത്ത, അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതാണ് അടിവരായിട്ട് പറയേണ്ടത്, എക്കോളജിക്കലി ഫ്രജൈലായിട്ടുള്ള ഒരു ദ്വീപാണത്. ഈ റെയിൻ ഫോറസ്റ്റ്, അവിടുത്തെ ജീവജാലങ്ങൾ, മറ്റൊന്ന് ഈ ആദിവാസികൾ, ഇവരെ മുഴുവൻ കുടിയിറക്കേണ്ടി വരും. അങ്ങനെ ഉള്ള ഒരു പ്രൊജക്റ്റിൻ്റെ ആവശ്യകത എന്താണെന്നുള്ള ചോദ്യമാണ്. അദാനിക്ക് വേണ്ടി ഒരു പ്രദേശം തന്നെ വിട്ടുകൊടുക്കുന്ന നയമാണെന്നാണ് രാഹുൽ ഗാന്ധി അതേക്കുറിച്ച് ചൂണ്ടിക്കാട്ടുന്നത്. പക്ഷേ നമ്മൾ തപ്പിപ്പോയി കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള ഡോക്യുമെൻ്റ് ഇതേക്കുറിച്ച് ലഭ്യമല്ല. മനീഷ് തിവാരി MP കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ ഒരു മറുപടിയും കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടില്ല. ഒരു വിവരവും ലഭ്യമല്ല. ഈ പ്രൊജക്റ്റ് എന്താണെന്ന് പോലും നമുക്കിപ്പോൾ നമ്മുടെ മുമ്പിലില്ല. പക്ഷേ ഇങ്ങനൊരു സാധനം ഫ്ലോട്ട് ചെയ്ത് നിൽപ്പുണ്ട്. നിഷാദ്, എന്താണ് ഈ വാതക പര്യവേക്ഷണ പദ്ധതിക്ക് പിറകെ? അല്ല, കേന്ദ്ര സർക്കാർ ഇത്ര കൊണ്ടുവരുന്ന ഇപ്പോൾ നോക്കൂ, നരേന്ദ്രമോദി പല സ്ഥലങ്ങളും ഇപ്പോൾ ലക്ഷദ്വീപ് വിസിറ്റ് ചെയ്യുന്നു, പിന്നെ അവിടെ ഡെവലപ്പ് ചെയ്യാനുള്ള പ്രോഗ്രാം കൊണ്ടുവരുന്നു. അദ്ദേഹം ആൻഡമാൻ വിസിറ്റ് ചെയ്യുന്നു, അവിടെയും വലിയ പ്രോജക്റ്റിൻ്റെ പരിപാടികൾ കൊണ്ടുവരുന്നു. അപ്പോൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന പരിപാടികളും അതിൻ്റെ ഗുണഭോക്താക്കളും എന്ന വിഷയത്തിൽ നമ്മളൊരു പഠനം നടത്തിയാൽ അതിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തുക്കൾ, സർക്കാരിൻ്റെ അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ വലിയ നേട്ടം ഉണ്ടാക്കിയതിൻ്റെ ചരിത്രം വായിക്കാൻ പറ്റും. അതുകൊണ്ട് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന സംശയം സീരിയസ് ആയിട്ടുള്ള സംശയമാണ്. സംശയം മാറ്റി നിർത്തിയാൽ ഈ പ്രോജക്റ്റ് കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടവും സീരിയസ് ആയിട്ടുള്ള നഷ്ടമാണ്. അപ്പോൾ രാഹുൽ ഗാന്ധി ഞാൻ കാണുന്നത്, അതിനെ പോസിറ്റീവായി കാണുന്ന ഒരു കാര്യം, അദ്ദേഹം ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് കേവലമായിട്ടുള്ള രാഷ്ട്രീയ വിവാദങ്ങൾക്ക് അപ്പുറം പോയിട്ടുള്ള ഇന്ത്യയുടെ പരിസ്ഥിതി പോലെയുള്ള പ്രശ്നങ്ങൾക്കകത്തും ഇടപെടുന്നു. സാധാരണ രാഷ്ട്രീയക്കാർ ഇടപെടാത്ത വിഷയമാണ്. പരിസ്ഥിതി നാശം പോലുള്ള സംഗതികൾ പൊതുവെ ഇന്ത്യയിൽ ഒരു സീരിയസ് ആയിട്ടുള്ള വിഷയമായിട്ട് മാറുന്നില്ല. അതേസമയം രാഹുൽ ഗാന്ധി പറയുകയാണ് ഇത്ര വലിയ മഴക്കാടുകൾ നഷ്ടപ്പെടാൻ പോകുന്നു, അവിടെ വലിയ തോതിലുള്ള ആദിവാസി ഗോത്ര ജനത എന്ന് പറയുന്ന സംഗതി ഇല്ലാതാവാൻ പോവുകയാണ്, അതിനനുസരിച്ച് പകരമായി നമുക്ക് സർക്കാർ അതിനുവേണ്ടി വനവൽക്കരണം നടത്തുന്നൊക്കെ പറയുമ്പോഴും അതിനനുസൃതമായിട്ടുള്ള നേട്ടം ഉണ്ടാക്കാൻ പോകുന്ന ഒരു പ്രോജക്റ്റ് അല്ല ഈ പ്രോജക്റ്റ് എന്ന് പറയുകയും അദ്ദേഹം അദാനിയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുകയാണ്. അപ്പോൾ അതിലിപ്പോൾ വിഴിഞ്ഞത്തിൻ്റെ ഉദാഹരണം അജിംസ് പറഞ്ഞല്ലോ. വിഴിഞ്ഞത്തിൻ്റെ ഉദാഹരണം എടുത്തു നോക്കിയാലും വിഴിഞ്ഞത്ത് അദാനിക്ക് പോർട്ട് അദാനി നടത്തും. അദാനിക്ക് റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് അദാനിക്ക് സ്വന്തമായിട്ട് ഭൂമി എഴുതി കൊടുത്തിട്ടുണ്ട്. അദാനിയുടെ കയ്യിലേക്ക് അദാനിക്ക് ഏറ്റവും കണ്ണായ സ്ഥലം ഭൂമി സ്വന്തമായി കിട്ടുകയും അതിൻ്റെ ഓപ്പറേഷനിൽ പൈസ മുഴുവൻ അദ്ദേഹം എടുക്കുകയും വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം 1% ലാഭവിഹിതം നമുക്ക് എന്ന പേരിലാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ സംസ്ഥാനത്തിന് വല്ല ഗുണം അതിനെക്കുറിച്ചുണ്ടോ എന്ന് ചോദിച്ചാൽ ശരിയാണത് വികസിച്ച് വരികയും പതിറ്റാണ്ടുകൾ കഴിയുമ്പോൾ കേരളത്തിൻ്റെ മൊത്തം രൂപരേഖ മാറ്റാനും കഴിയുന്ന ഒരു പ്രോജക്റ്റ് ആയിരിക്കുമ്പോഴും സാമ്പത്തികമായി നമുക്ക് സമീപകാലത്ത് വല്ല ഗുണമുണ്ടോ? ഇല്ല. നമ്മളെന്നാൽ പൈസ കൊടുത്തുകൊണ്ടിരിക്കുകയും വേണം. വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് കേരളത്തിന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. തരാമെന്ന് പറഞ്ഞ പൈസ നമ്മൾ തിരിച്ചടയ്ക്കണമെന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്ന കാര്യം. ലോകത്തെവിടെയും വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് തിരിച്ചടയ്ക്കേണ്ടി വരില്ല. പക്ഷേ കേരളത്തോട് ആ വിവേചനം കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ നോക്കൂ, ഇത് അദാനി ഇത്തരം പ്രോജക്റ്റുകളൊക്കെ ഏറ്റെടുക്കുന്നത്, അദാനിക്ക് അതിൻ്റെ ഒരു പ്രദേശം അദാനിയുടെ കയ്യിലിരിക്കും എക്കാലത്തേക്കുമായി. ലാഭവും അദാനിയുടെ കയ്യിലിരിക്കും എക്കാലത്തേക്കുമായി. അതിൻ്റെ ഒരു ചെറിയ പോർഷൻ മാത്രമാണ് കിട്ടുക. ഇവിടെയും സംഭവിക്കാൻ പോകുന്നതാണ്. അവിടെ വരാൻ പോകുന്ന കമ്പനി മോസ്റ്റ് പ്രോബബ്ലി അദാനി ആയിരിക്കും എന്ന് വിചാരിക്കാൻ പല ന്യായങ്ങളുണ്ട്. കാരണം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പല കരാറുകളും, ഇന്ത്യയിൽ മാത്രമല്ല ഇന്ത്യക്ക് പുറത്തും നരേന്ദ്രമോദി വിസിറ്റ് നടത്തി തിരിച്ചു വന്ന പല രാജ്യങ്ങളിലും അദാനിക്ക് കരാർ കിട്ടിയിട്ടുണ്ടെന്ന് നമുക്കറിയാം. ഉണ്ടാക്കിയ കോലാഹലങ്ങൾ പറയാം. അദാനിയെപ്പോലുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ അങ്ങനെ ഒരു പോർട്ട് ഡെവലപ്പർ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ശരിക്കും അദാനി പോർട്ടാണ്. അവർക്കത് കിട്ടിയേക്കാം. അവരത് കിട്ടിയാൽ അതിൻ്റെ സംഭവം ചോദിച്ചാൽ അത് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് മാറും, ഒരു പ്രധാനപ്പെട്ട റിയൽ എസ്റ്റേറ്റ് മേഖലയായിട്ട് മാറും. അതിൻ്റെ ഗുണം അദാനി ഉണ്ടാക്കും, അത് സംശയമൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ പരിസ്ഥിതി നാശം എന്ന് പറയുന്ന പ്രശ്നം ഉണ്ടാക്കിയാൽ മോദി അതൊന്നും മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. മോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ പരിസ്ഥിതി എന്ന് പറയുന്ന സംഗതി അദ്ദേഹം മൈൻഡ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഗുജറാത്ത് മോഡൽ എന്ന് പറയുന്ന സംഗതി കൊണ്ടുവന്ന് തന്നെ എന്തായിരുന്നു? വലിയ തോതിൽ പരിസ്ഥിതിയെയും അട്ടിമറിച്ചുകൊണ്ടും തദ്ദേശീയ ജനതയെ ആട്ടി ഓടിച്ചുകൊണ്ടും നടപ്പിലാക്കിയിട്ടുള്ള വികസന പരിപാടികൾ, വൻകിട കമ്പനികൾക്ക് ഭൂമി കൊടുക്കലായിരുന്നു. അവിടെ സർദാർ സരോവർ ഡാമിൻ്റെ വാട്ടർ ലെവൽ കൂട്ടാൻ വേണ്ടി ആയിരക്കണക്കിന് ഗോത്ര ജനവിഭാഗങ്ങളെ ദയാരഹിതമായി സർക്കാർ പുറത്താക്കിയിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു പ്രതിമ ഉണ്ടാക്കിയല്ലോ, സ്റ്റാച്യു ഓഫ് യൂണിറ്റി. അതുണ്ടാക്കിയ സമയത്തും ഈ പറഞ്ഞ പോലത്തെ സമരങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. 10,000-കണക്കിന് ആദിവാസി ഗോത്ര കുടുംബങ്ങളെ ബാധിച്ച പ്രശ്നമായിരുന്നു. അവരുടെ സമരങ്ങളെ സമ്പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട്, ക്രൂരമായി അവഗണിച്ചുകൊണ്ടാണ് ആ പരിപാടി നടപ്പിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് പരിസ്ഥിതിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകും
എന്നതുകൊണ്ട് സർക്കാരിന് അയ്യോ പരിസ്ഥിതിവാദികൾ ഇറങ്ങിയിരിക്കുന്നു എന്നത് സർക്കാരിൻ്റെ പ്രശ്നമല്ല. പിന്നെ അദാനിക്കെതിരായിട്ടുള്ള പ്രശ്നം നമ്മൾ ഉന്നയിച്ചാൽ അദാനി ഇന്ത്യയിൽ ഒരു പ്രധാനപ്പെട്ട കോടീശ്വരനും വ്യവസായിയുമാണ്. അദ്ദേഹത്തെ തകർക്കുക വഴി ഇന്ത്യയെ തകർക്കലാണെന്നൊരു നെഗറ്റീവ് ഉണ്ടാക്കാൻ BJPക്കാർ തന്നെ ഇറങ്ങി വരികയും ചെയ്യും. അതുകൊണ്ട് രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന ഈ പ്രശ്നം സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുമെന്ന് ചോദിച്ചാൽ എനിക്കങ്ങനെയൊന്നും തോന്നുന്നില്ല. പക്ഷേ സീരിയസ് ആയിട്ടുള്ള പ്രശ്നം ഇതിനകത്തുണ്ട്. പരിസ്ഥിതി ആയാലും കൊള്ളാം, പരിസ്ഥിതി പ്രശ്നം ഒരു വശത്തുണ്ട്, അഴിമതി പ്രശ്നം ഒരു വശത്തുണ്ട്. ഇതിനെല്ലാം ഗവൺമെൻറ് കവർ ചെയ്യും. കാരണം സർക്കാർ പറയുന്നത് മർമ്മപ്രധാന സ്ഥലമാണ്, പ്രതിരോധ പ്രാധാന്യം ഇതിനുണ്ടെന്നുള്ളതാണ്. ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ഏത് അഴിമതി ആരോപണം നിങ്ങൾ സുപ്രീം കോടതി പോയി ചോദിച്ചാലും സർക്കാരിൻ്റെ മറുപടി നാഷണൽ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. റഫേൽ യുദ്ധവിമാനത്തിൻ്റെ വില ഞങ്ങൾക്ക് പുറത്തുവിടാൻ പറ്റില്ല എന്ന് പറഞ്ഞ സർക്കാരാണ്. റഫേൽ യുദ്ധവിമാനം UAE മേടിച്ചിട്ടുണ്ട്. അതിൻ്റെ കണക്ക് നമുക്ക് ഗൂഗിളിൽ അടിച്ച് നോക്കിയാൽ കിട്ടും. പക്ഷേ ഇവിടെ എത്ര രൂപയ്ക്കാണ് വാങ്ങിച്ചതെന്ന് ചോദിച്ചാൽ അത് കണക്ക് പുറത്തുവിടാൻ പറ്റില്ല. അത് നാഷണൽ സെക്യൂരിറ്റി ആണെന്നാണ്. എന്ത് നാഷണൽ സെക്യൂരിറ്റി? ലോകത്ത് മൊത്തം അവൈലബിൾ ആയ കാര്യമാണ്. അപ്പോൾ നാഷണൽ സെക്യൂരിറ്റി, പ്രതിരോധ പ്രാധാന്യം എന്നൊക്കെ പറഞ്ഞ് ഗവൺമെൻറ് ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ സത്യത്തിൽ ആരുടെ നന്മയ്ക്ക് വേണ്ടിയാണ്, ആരുടെ നേട്ടത്തിന് വേണ്ടിയാണ്? ജനങ്ങൾക്കാണോ ഗുണമുണ്ടായത്, കോർപ്പറേറ്റുകൾക്കാണോ ഗുണമുണ്ടായത്, ഫ്രണ്ട്സിനാണോ ഗുണമുണ്ടായതെന്ന് പറയാൻ പരിശോധിച്ച് നോക്കിയാൽ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന ഈ പ്രശ്നം സീരിയസ് ആണ്. ഞാൻ അതിനെ വളരെ പോസിറ്റീവായി കാണുന്നൊരു കാര്യം, രാഹുൽ ഗാന്ധിയെപ്പോലെ ഒരാൾ അതൊരു പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട പ്രശ്നം, അഴിമതിയുമായി ബന്ധപ്പെട്ട പ്രശ്നം, അതിനുവേണ്ടി എടുക്കുന്ന എഫേർട്ടിനെ അദ്ദേഹം അതിനുവേണ്ടി പോയി അവിടെ വിസിറ്റ് ചെയ്യുന്നു, വീഡിയോ ഉണ്ടാക്കുന്നു, ആ പ്രശ്നം ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. അത് മനസ്സിലാവുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ എഫേർട്ടിനെ നമ്മൾ വാല്യൂ ചെയ്യണം. ഗവൺമെൻറ് അതിനെ മറികടക്കാൻ ഗവൺമെൻറ്റിൽ ഒരുപാട് നമ്പറുകളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു.